മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് വേണ്ടി നിർമ്മാതാക്കൾ സ്വന്തം കയ്യിൽ നിന്ന് 1 രൂപ എടുത്തിട്ടില്ല എന്ന് പോലീസിന്റെ കണ്ടെത്തൽ. താങ്കളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് വെളിപ്പെടുത്തണം. പറയൂ മിസ്റ്റർ ജയകൃഷ്ണൻ. 750 രൂപ. റിച്ച് ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, പൈസ എത്രയില്ല. ഈ ഒരു അവസ്ഥയെ നിങ്ങൾ ഇങ്ങനൊന്നും ചോദിക്കും. അപ്പാപ്പനെ കൊണ്ട് ഒരു നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലാണ് അപ്പാപ്പനാകെ. സൗബിൻ ഷാഹിറും കൂട്ടരും അങ്ങനെ ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിറിനെ ആദായനികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം അടുത്തയാഴ്ച ചോദ്യം ചെയ്യും. മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ നിന്ന് കിട്ടിയ ലാഭത്തിൽ 60 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. അയ്യോ സാറേ, ഇത് കള്ളപ്പണമല്ല, അത്യധ്വാനം ചെയ്തിട്ട് പിന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ 28 കോടി 35 ലക്ഷം രൂപയാണ് പലരായി ഇവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചത്. അത് കഴിഞ്ഞ് വലിയ എമൗണ്ടുകൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതിന് എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിനക്ക് പറയാനുള്ളത്? 250 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമയ്ക്ക് ചെലവായത് 18.65 കോടി രൂപ മാത്രമാണെന്നാണ് പോലീസ് റിപ്പോർട്ടിലുള്ളത്. നീ കുറെ നേടുന്നുണ്ടല്ലോ. കൊയ്തവരാണെങ്കിലും ആ നെല്ല് നമുക്കുള്ളതാണ്. അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുകൾ പുറത്തുവന്നതോടെയാണ് പോലീസ് റിപ്പോർട്ടിന്റെ ചുവട് പിടിച്ച് ഇഡിയും ഇപ്പോൾ ആദായ നികുതി വകുപ്പും സൗബിനെ വളഞ്ഞിരിക്കുന്നത്. ഞാൻ കണക്ക് പറഞ്ഞു തുടങ്ങിയാലേ നിന്റെ നിക്കറ ഡ്രെന്ന് പറഞ്ഞ് കീറും. ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും പ്രയോജനപ്പെടേണ്ട നികുതി പണമാണ് നിങ്ങൾ പൂഴ്ത്തിവെച്ചത്. 40% ലാഭവിഹിതം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത അരൂർ സ്വദേശി സിറാജ് ഹമീദിൽ നിന്ന് 7 കോടി രൂപ വഞ്ചിച്ച കേസാണ് സൗബിന്റെയും പറവ ഫിലിംസിന്റെയും വലിയ നികുതി വെട്ടിപ്പ് പുറത്തെത്തിച്ചത്. 1-2 രൂപയല്ല കടം വാങ്ങിയത്. എനിക്ക് തന്നില്ലേ പ്രശ്നം മാറും. എന്റെ കൈ കിട്ടുമോ നീ നോക്കിയോ? നിസ്സാര തുകയിലേ വരുന്നുള്ളൂ, നമുക്കത് കൊടുത്ത് സെറ്റിൽ ചെയ്തോടെ. സാർ അത് ചോദിച്ച് ഞാൻ പോയത് അവരുടെ അടുത്ത് കുറെ പ്രാവശ്യം. അവര് കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്. ഈ അയ്യോ പാവങ്ങൾക്ക് എന്തിനാ ഈ ഉടായ്പ കാണിക്കണേ? എന്ത് ചെയ്യാനാ തലേ, എനിക്ക് കാശ് വാങ്ങിച്ചേ ശീലമുള്ളൂ, കാശ് കൊടുത്ത് ശീലമില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ പണം തിരിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. എനിക്ക് ജീവിക്കാൻ ഈ പണം വേണം. ബിഗ് ഡ്രീം ഫിലിംസിന്റെ അക്കൗണ്ടിൽ മാത്രം 45 കോടിയിലധികം കളക്ഷൻ കിട്ടിയതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. ചൂതുകളിൽ ചിലപ്പോൾ പണം കിട്ടും, ചിലപ്പോൾ നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ചൂതാട്ടത്തിൽ എനിക്ക് കിട്ടിയ പണം ചൂതാട്ടത്തിൽ തന്നെ പോയി സർ.